നമസ്കാരം. എവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസ ഫലങ്ങൾ പരിശോധിക്കാം. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു. പ്രത്യേകിച്ച് നേത്ര സംബന്ധമായി. കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും. പങ്കാളികളുമായി അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരുമായി നല്ല ബന്ധം പുലർത്തുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുമെങ്കിലും സാമ്പത്തിക നിയന്ത്രണം അത്യാവശ്യമാണ്. ഊഹാപോഹങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അധികാരലബ്ധി, സ്ഥാനക്കയറ്റം എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. സ്ഥലം മാറ്റത്തിന് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യത കുറവാണ്. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധ ബിസിനസ്സിൽ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും നല്ല മാസമാകുന്നു ഈ സെപ്റ്റംബർ മാസം. നന്നായി പഠിക്കുവാൻ സാധിക്കുന്നതും അതിനുള്ള ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും സെപ്റ്റംബർ മാസത്തിലെ ഏതൊക്കെയാണെന്ന് നോക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 3-ാം തീയതിയും 8-ാം തീയതിയും 14-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 17-ാം തീയതിയും 22-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. യാത്രകൾക്ക് 16-ാം തീയതിയും 17-ാം തീയതിയും 22-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. വസ്തുസംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 8-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾക്കൊക്കെ 22-ാം തീയതിയും 23-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. സേവനങ്ങൾക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ സർവീസിലിരിക്കുന്നവർക്കും 15-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പിന് 15-ാം തീയതിയും 17-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 3-ാം തീയതിയും 14-ാം തീയതിയും 15-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 7-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇനി ഈ മാസത്തെ അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 5-ാം തീയതിയും 10-ാം തീയതിയും 18-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 1-ാം തീയതിയും 6-ാം തീയതിയും 12-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. യാത്രകൾക്ക് 5-ാം തീയതിയും 12-ാം തീയതിയും 19-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. വസ്തുസംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 1-ാം തീയതിയും 11-ാം തീയതിയും 21-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. സേവനങ്ങൾക്ക് 10-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് 10-ാം തീയതിയും 11-ാം തീയതിയും 18-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 12-ാം തീയതിയും 18-ാം തീയതിയും 19-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 11-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഇനി ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ കന്നിക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം. ഈ കൂറുകാരും വളരെയധികം ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഒരിക്കലും അത് അവഗണിക്കരുത്. ഗൃഹാന്തരീക്ഷം അത്ര ശോഭനീയമായിരിക്കുകയില്ല. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ മാനസികമായി വളരെയധികം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും അത് പരിമിതമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വെല്ലുവിളികൾ ഔദ്യോഗിക രംഗത്ത് നേരിടേണ്ടി വരുന്നതായിരിക്കും. സ്ഥിരമായ കഠിന പ്രയത്നത്തിലൂടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് അത് ഇല്ലാതെ പോകുവാനും വളരെയധികം സാധ്യത കാണുന്നു. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വളരെയധികം ശ്രദ്ധ ബിസിനസ്സിൽ കൊടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ ഉദ്ദേശിച്ച ഫലത്തിൽ എത്തിച്ചേരുകയുള്ളൂ. അശ്രദ്ധക്കുറവ് പല അനാവശ്യ കാര്യങ്ങളിലേക്കും ശ്രദ്ധ നയിച്ചേക്കാം. അത് പരമാവധി നിയന്ത്രിക്കുക.
ഈ നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2024 ശുഭദിനങ്ങളും അശുഭദിനങ്ങളും പരിശോധിക്കാം. ആദ്യം ശുഭദിനങ്ങൾ എടുക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 5-ാം തീയതിയും 10-ാം തീയതിയും 16-ാം തീയതിയും ശുഭദിനങ്ങളാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 18-ാം തീയതിയും 19-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാണ്. യാത്രകൾക്ക് 18-ാം തീയതിയും 19-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാണ്. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 10-ാം തീയതിയും 11-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാണ്. കുട്ടികൾക്ക് അതേപോലെ തന്നെ ഊഹക്കച്ചവടത്തിന് ഇതിനൊക്കെ 1-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാണ്. സേവനങ്ങൾക്ക്, അതായത് സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ സർവീസിലിരിക്കുന്നവർക്കും 17-ാം തീയതിയും 18-ാം തീയതിയും 19-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പ് സംബന്ധമായ കാര്യങ്ങൾക്ക് 16-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും ശുഭദിനങ്ങളാണ്. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 6-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും ശുഭദിനങ്ങളാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 10-ാം തീയതിയും 11-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാണ്. ഇനി ഈ കൂറുകാരുടെ അശുഭദിനങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 2-ാം തീയതിയും 7-ാം തീയതിയും 20-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 3-ാം തീയതിയും 8-ാം തീയതിയും 14-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. യാത്രകൾക്ക് 8-ാം തീയതിയും 15-ാം തീയതിയും 21-ാം തീയതിയും അശുഭങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 3-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും അശുഭങ്ങളാകുന്നു. കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾക്കൊക്കെ 12-ാം തീയതിയും 14-ാം തീയതിയും 15-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. സേവനങ്ങൾക്ക് 12-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും അശുഭങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പിന് 12-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 14-ാം തീയതിയും 15-ാം തീയതിയും 20-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 12-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഇനി ചിത്തിര അന്ത്യപകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ തുലാക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം. ആരോഗ്യ സംബന്ധമായി ഈ നക്ഷത്രക്കാർക്ക് നല്ല മാസമാകുന്നു 2024 സെപ്റ്റംബർ മാസം. എങ്കിലും ചെറിയ ചെറിയ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ഗൃഹസംബന്ധമായ അന്തരീക്ഷം ശോഭനീയമായിരിക്കും. ബന്ധുക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾക്കും സാമൂഹിക കൂടിക്കാഴ്ചകൾക്കും സാധ്യത കാണുന്നു. ബന്ധങ്ങൾ സംരക്ഷിക്കുന്നതിൽ എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുകയോ തീരുമാനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ലാഭം ഉണ്ടാകുമെങ്കിലും ഒരുപാട് നഷ്ടത സാധ്യതയും കാണുന്നതിനാൽ അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ മാസം സെപ്റ്റംബർ മാസം നല്ലതാകുന്നു. ഉയർച്ചകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗത്ത്. തീർച്ചയായും നന്നായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഔദ്യോഗിക രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുവാനും സഹപ്രവർത്തകരുമായി നന്നായിട്ട് യോജിച്ചു പോകുവാനും സാധിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത മാസമാകുന്നു സെപ്റ്റംബർ മാസം. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുമെങ്കിലും മറ്റുള്ള ബിസിനസ്സുകാരോടും അതേപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുന്നവരോടും എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അത് തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നല്ല മാസമാകുന്നു സെപ്റ്റംബർ മാസം. എത്രത്തോളം പ്രയത്നിക്കുന്നുവോ അതിനനുസൃതമായിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഗ്രൂപ്പ് സ്റ്റഡികളിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. ഉപരിപഠനങ്ങൾക്കും വളരെയധികം നല്ല സമയമാകുന്നു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. ഇനി തുലാക്കൂറുകാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 8-ാം തീയതിയും 12-ാം തീയതിയും 18-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 2-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. യാത്രകൾക്ക് 1-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 1-ാം തീയതിയും 12-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. കുട്ടികൾ ഊഹക്കച്ചവടങ്ങൾക്കൊക്കെ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. സേവനങ്ങൾക്ക്
അതായത് സർക്കാർ ഉദ്യോഗസ്ഥരെ പോലുള്ളവർക്കും സർക്കാർ സേവനങ്ങൾക്കും 18-ാം തീയതിയും 19-ാം തീയതിയും 20-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പിന് സംബന്ധമായ കാര്യങ്ങൾക്ക് 3-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 7-ാം തീയതിയും 8-ാം തീയതിയും 19-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 1-ാം തീയതിയും 3-ാം തീയതിയും 12-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 6-ാം തീയതിയും 11-ാം തീയതിയും 22-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 10-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. യാത്രകൾക്ക് 10-ാം തീയതിയും 17-ാം തീയതിയും 22-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 5-ാം തീയതിയും 14-ാം തീയതിയും 25-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. കുട്ടികൾ, ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ 5-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. സർവീസ് അതായത് സേവനങ്ങൾക്ക് 14-ാം തീയതിയും 15-ാം തീയതിയും 25-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പ് അതിന് 14-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 16-ാം തീയതിയും 17-ാം തീയതിയും 22-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 14-ാം തീയതിയും 15-ാം തീയതിയും 25-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഇനി വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ വൃശ്ചികക്കൂറുകാരുടെ 2024 സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം നന്നായിരിക്കും. എങ്കിലും അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ്. ഗൃഹാന്തരീക്ഷം ശോഭനീയമായിരിക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധവും പങ്കാളികൾ തമ്മിലുള്ള ബന്ധവും നന്നായി കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി നല്ല ലാഭം ഉണ്ടാകുന്ന മാസമാകുന്നു സെപ്റ്റംബർ മാസം. പക്ഷേ അതിനനുസരിച്ച് പൈസ ചിലവായി പോകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നല്ല മാസമാകുന്നു സെപ്റ്റംബർ മാസം. സഹപ്രവർത്തകരിൽ നിന്നും വളരെയധികം സഹകരണം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകൾ ആ മേഖലയിൽ, ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ അംഗീകരിക്കപ്പെടും. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല നേട്ടങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്ന മാസമാകുന്നു സെപ്റ്റംബർ മാസം. അതുകൂടാതെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനും വളരെ നല്ല സമയമാകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും നല്ല മാസമാണെങ്കിലും അത്യാവശ്യം പ്രയത്നം എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലങ്ങൾ ഉളവാവുകയുള്ളൂ. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും നല്ല മാസമാകുന്നു സെപ്റ്റംബർ മാസം. ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. സെപ്റ്റംബർ മാസത്തിലെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 11-ാം തീയതിയും 15-ാം തീയതിയും 20-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 3-ാം തീയതിയും 6-ാം തീയതിയും 22-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. യാത്രകൾക്ക് 2-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 3-ാം തീയതിയും 14-ാം തീയതിയും 15-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. കുട്ടികൾ, അതുപോലെ ഊഹക്കച്ചവടങ്ങൾക്ക് ഇവയ്ക്കൊക്കെ 2-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സേവനങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കും 20-ാം തീയതിയും 21-ാം തീയതിയും 22-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പിന് 6-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 10-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 2-ാം തീയതിയും 5-ാം തീയതിയും 6-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 8-ാം തീയതിയും 16-ാം തീയതിയും 25-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 8-ാം തീയതിയും 12-ാം തീയതിയും 18-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് 12-ാം തീയതിയും 18-ാം തീയതിയും 19-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും
വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 1-ാം തീയതിയും 8-ാം തീയതിയും 17-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. കുട്ടികൾ, ഊഹക്കച്ചവടങ്ങൾ ഇവയ്ക്കൊക്കെ 8-ാം തീയതിയും 16-ാം തീയതിയും 18-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. സേവനങ്ങൾക്ക് 1-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പിന് 16-ാം തീയതിയും 17-ാം തീയതിയും 25-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 18-ാം തീയതിയും 19-ാം തീയതിയും 25-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 1-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും അശുഭദിനങ്ങളാകുന്നു. ഇനി മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ ധനുക്കൂറുകാരുടെ സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കാം. ആരോഗ്യം ഈ മാസം, അതായത് സെപ്റ്റംബർ 2024 വളരെയധികം നന്നായിരിക്കുന്നൊരു കാലമാകുന്നു. അതുകൊണ്ട് തന്നെ ഗൃഹാന്തരീക്ഷം വളരെയധികം ശോഭനീയം ആകുവാൻ സാധ്യത കാണുന്നു. എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത് അതൊക്കെ നിറവേറ്റാൻ പറ്റിയ കാലമാകുന്നു ഈ സെപ്റ്റംബർ മാസം. പ്രത്യേകിച്ച് സമൂഹത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടും സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും പല നല്ല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇതൊക്കെയാണെങ്കിലും സാമ്പത്തികമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാകുന്നു സെപ്റ്റംബർ മാസം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം നല്ല മാസമാകുന്നു സെപ്റ്റംബർ മാസം. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഔദ്യോഗിക രംഗത്ത് ഉയർച്ച കൊണ്ടുവരുന്നതാണ്. അതുപോലെ വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും ഈ നക്ഷത്രക്കാർക്ക് സെപ്റ്റംബർ മാസം നല്ലതാകുന്നു. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ലാഭനേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ബിസിനസ്സിലുള്ള കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടിയും ബിസിനസ് പുനഃപരിശോധിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് പഠിക്കുവാൻ സാധിക്കുന്ന മാസമാകുന്നു സെപ്റ്റംബർ മാസം. ആയതിനാൽ പരമാവധി അത് ഉപയോഗപ്പെടുത്തുക. ഇനി ഈ നക്ഷത്രക്കാരുടെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും സെപ്റ്റംബർ മാസത്തിലെ പരിശോധിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 16-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 6-ാം തീയതിയും 7-ാം തീയതിയും 8-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. യാത്രകൾക്ക് 5-ാം തീയതിയും 6-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 6-ാം തീയതിയും 16-ാം തീയതിയും 17-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. കുട്ടികൾ, ഊഹക്കച്ചവടങ്ങൾക്കൊക്കെ 6-ാം തീയതിയും 7-ാം തീയതിയും 8-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. സേവനങ്ങൾക്ക്, സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്കും സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 5-ാം തീയതിയും 22-ാം തീയതിയും 25-ാം തീയതിയും 22-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പിന് 7-ാം തീയതിയും 23-ാം തീയതിയും 25-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 12-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 6-ാം തീയതിയും 7-ാം തീയതിയും 8-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഇനി ഈ നക്ഷത്രക്കാരുടെ അശുഭദിനങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ നോക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും 10-ാം തീയതിയും 14-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാകുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് 11-ാം തീയതിയും 15-ാം തീയതിയും 21-ാം തീയതിയും അശുഭങ്ങളാകുന്നു. യാത്രകൾക്ക് 14-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും അശുഭങ്ങളാകുന്നു. വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും 2-ാം തീയതിയും 10-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാകുന്നു. കുട്ടികൾ, അതുപോലെ ഊഹക്കച്ചവടങ്ങൾക്കൊക്കെ 18-ാം തീയതിയും 19-ാം തീയതിയും 20-ാം തീയതിയും അശുഭങ്ങളാകുന്നു. സേവനങ്ങൾക്ക് 3-ാം തീയതിയും 18-ാം തീയതിയും 19-ാം തീയതിയും അശുഭങ്ങളാകുന്നു. പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് 1-ാം തീയതിയും 18-ാം തീയതിയും 19-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് 1-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും 2-ാം തീയതിയും 3-ാം തീയതിയും 18-ാം തീയതിയും അശുഭങ്ങളാകുന്നു. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.